ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ രാവിലെ റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. നമ്മൾ ഇന്നൊരു ഫംഗ്ഷന് പോകാൻ പോവാണ്. ഫംഗ്ഷന് പോവുകയാണെങ്കിലും ഫംഗ്ഷൻ്റെ ഒരുപാട് വീഡിയോകൾ എനിക്ക് എടുക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ വീഡിയോ എടുക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാളുടെ വീട്ടിലേക്കാണ് ഞാൻ പോകാൻ പോകുന്നത്. കുറച്ച് വീഡിയോ എടുക്കാം. നമ്മൾ സൂര്യയെ 7ാം മാസത്തിൽ കൂട്ടിക്കൊണ്ടുവരാൻ പോവാണ്. സൂര്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജീവൻ്റെ ഏറ്റവും ഇളയ സിസ്റ്ററാണ്, ഇളയച്ചൻ്റെ മോളാണ്. എൻ്റെ ഏറ്റവും ചെറിയ സിസ്റ്ററിൻലോയാണ്. അപ്പോൾ അവൾ നമ്മുടെ നേരത്തെയുള്ള വീഡിയോകളിലൊക്കെ വ്ളോഗുകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഫോട്ടോയൊക്കെ ഞാൻ വാട്സാപ്പിൽ ഷെയർ ചെയ്യാറുണ്ട്, നമ്മുടെ സ്റ്റാറ്റസ് ഇടാറുണ്ട്. അപ്പോൾ പലരും സൂര്യ കണ്ടിട്ടുണ്ടാവും, പുതിയതായിട്ട് വന്ന ആരും സൂര്യ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ സൂര്യയുടെ ഹസ്ബൻഡിനാണ് വീഡിയോ എടുക്കുന്നത് ഇഷ്ടമല്ലാത്തത്. എങ്കിലും ഞാൻ കുറച്ച് ക്ലിപ്സൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് പോവാം. 10 മണി ആവാറായി. 10 മണിക്ക് പോകണം എന്നാണ് ഇളയച്ചൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇളയച്ചനും ചിറ്റിയൊക്കെ അവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മുടെ തൊട്ടപ്പുറത്തെ വീടാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും പോകാൻ റെഡി ആവട്ടെ. റെഡി ആവല് മാത്രം നടന്നുള്ളൂ, ഫോട്ടോ എടുക്കലാണെന്നില്ല. അടിപൊളിയാണോ? ഫോണിന്റെ കമ്പനിയുടെ പേരെന്ന് പറയാൻ പാടില്ല. എന്റെ ഫോൺ ഏത് കമ്പനിയാന്ന് എനിക്കറിയില്ല. ഇത് കിച്ചു എന്താ? ഹായ്, അപ്പൊ ഞങ്ങളിതാ സൂര്യയുടെ വീട്ടില് എത്തി. സൂര്യ കണ്ടല്ലോ, സൂര്യയുടെ വീഡിയോ കുറച്ചെടുത്തുട്ടോ. സൂര്യ ഇങ്ങനെ റെഡിയായി വന്നത്. വളകാപ്പ് ഉണ്ടായിരുന്നില്ല. ഞാൻ വളകാപ്പ് ഉണ്ടാവുമെന്ന് വിചാരിച്ചു. സൂര്യ എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം വളകാപ്പിന്റെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു വളകാപ്പൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷെ വളകാപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങളിപ്പോ ഒന്ന് പുറത്തേക്ക് പോവാണ്. പുറത്തേക്ക് പോകാന്ന് വെച്ചാൽ അവിടെ എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് 1:45 വീട്ടിൽ കയറിയാൽ മതി. അപ്പൊ ഞങ്ങളൊന്ന് കാക്കനാട് വരെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇവിടെ തൊട്ടടുത്താണ് കേട്ടോ കാക്കനാട് എന്ന് പറഞ്ഞാൽ. നമ്മള് ഇരുമ്പലത്താണ് ഇപ്പൊ വന്നിരിക്കുന്നത്. ഈ പാലം കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ കാക്കനാട് ആയിക്കഴിഞ്ഞു. അപ്പൊ കുറച്ച് കാര്യങ്ങളുണ്ട് അവിടെ. അപ്പൊ അവിടെ എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പൊ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എല്ലാവരും വീഡിയോയിൽ വരാൻ പറ്റുന്ന രീതിയിലല്ല. എല്ലാവർക്കും വീഡിയോയുടെ മുന്നിലേക്ക് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത്. അതിൻ്റെതായ ഒരു ഷെയ്ക്കും റോഡിന്റെ ഷെയ്ക്കും എല്ലാം ഉണ്ട് കേട്ടോ. റോഡ് അത്ര പെർഫെക്റ്റ് റോഡൊന്നല്ല, നമ്മുടെ സീപോർട്ട് എയർപോർട്ട് റോഡാണ്. അപ്പോൾ ഇനി സോമുന്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് 1-2 ചടങ്ങുകളും കൂടി ഉണ്ട്. ചെറിയ ചടങ്ങുകളാണ്. ഇപ്പൊ നമ്മള് 7ാം മാസത്തിൽ വന്നിരിക്കുന്നുണ്ട്. 7 തരം പലഹാരങ്ങളൊക്കെ ആയിട്ടാണ് ഇപ്പോൾ സൂര്യ കൂട്ടിക്കൊണ്ടുവരാൻ വന്നിരിക്കുന്നത്. ഞങ്ങൾ 10-15 പേരുണ്ട് കേട്ടോ. ചിറ്റമാരും അച്ഛൻ്റെ അനിയന്മാരുടെ ഭാര്യമാര് ചിറ്റമാരും, അതുപോലെ ഇളയച്ചന്മാരുടെ ഭാര്യമാര് ചിറ്റമാരും, ഇളയച്ചനും അപ്പു, വല്യച്ഛനല്ല വല്യമ്മ, അങ്ങനെ രാജീവന്റെ അമ്മ, അങ്ങനെ കുറച്ച് പേരുണ്ട് ഞങ്ങള്. ഇപ്പൊ ഞങ്ങളെ 2 പേരെ നിങ്ങൾ കാണുന്നുള്ളൂ. അവിടെ ഉണ്ടായിരുന്നതൊക്കെ റിലേറ്റീവ്സ് ആണ്. പിന്നെ അവിടെ സോമുന്റെ വീട്ടുകാരൊക്കെ ഉണ്ട്. ഞങ്ങളെല്ലാ റിലേറ്റീവ്സും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും കാണിച്ചിട്ടുണ്ട്. പക്ഷെ ആരൊക്കെയാണെന്ന് എനിക്ക് എടുത്തെടുത്ത് പറയാൻ പറ്റിയില്ല. ഇനിയിപ്പോ സോമുന്റെ വീട്ടിൽ ചെന്നിട്ട് സോമുന്റെ അച്ഛന്റെ അമ്മയുടെയും കാല് സൂര്യ തൊട്ട് തൊഴുത് കഴിഞ്ഞിട്ട് ഇറങ്ങാം. നമുക്ക് 1:45 മരടിലെത്തണം. അതാണ് സംഭവം. ഇപ്പൊ 12:45 കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ ഞങ്ങള് ഇപ്പൊ എത്താറായി. ഞങ്ങൾ പോകുന്ന ഡെസ്റ്റിനേഷൻ എത്താറായി. ഇപ്പൊ ഞങ്ങളിത് കാക്കനാട് ഏരിയയിലേക്ക് എൻ്റർ ആയി കഴിഞ്ഞു. അപ്പൊ ഞങ്ങൾ പോയിട്ട് വാങ്ങിച്ചിട്ട് വരാം. ഇവിടെയൊക്കെ റോഡ് ഡെവലപ്പ് ചെയ്തോണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ കൊച്ചി മെട്രോ ഇങ്ങോട്ടൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സൂര്യയുടെ ഡ്രസ്സ് കണ്ടില്ലേ? സൂര്യയുടെ അതാണ്ടോ സൂര്യയുടെ കല്യാണ സാരി. ഇന്നിപ്പോ 7ാം മാസത്തിൽ നമ്മൾ കൂട്ടിക്കൊണ്ടു പോകുമ്പോ കല്യാണ സാരി എടുത്തിട്ട് തന്നെ പോണം. അങ്ങനെയൊക്കെ ഉണ്ട്. ഓർണമെന്റ്സ് ഒക്കെ ഇട്ടിട്ട് പോകണം എന്നൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് സൂര്യ അങ്ങനെ അണിഞ്ഞൊരുങ്ങിയൊക്കെ വന്നത്. മണവാട്ടിയെ പോലെ അണിഞ്ഞൊരുങ്ങി വന്നത്. ഇതൊക്കെ കാണാൻ നല്ല കാഴ്ചയല്ലേ? ഇതിവിടെ എപ്പോഴും ഉള്ളൊരു കാഴ്ചയാണ് കേട്ടോ. ഈ ട്രാൻസ്പോർട്ട് ഈ ലോറികൾ ഇങ്ങനെ കിടക്കുന്ന കാഴ്ചകളൊക്കെ ഇതൊക്കെ ഇവിടെ സ്ഥിരമായിട്ട് സൗണ്ട് കുറയ്ക്കണം. ഇതൊക്കെ ഇവിടെ ഇങ്ങനെ സ്ഥിരമായിട്ട് കാണുന്ന കാഴ്ചയാണ്. പക്ഷെ ഇവിടെ സ്ലോ മൂവിങ് ട്രാഫിക് ആണ് കേട്ടോ. എപ്പോഴും ഭയങ്കര സ്ലോ ആണ് ട്രാഫിക്. പിന്നെ അപ്പൂനെ കാണിച്ചില്ല എന്ന് തോന്നുന്നു കേട്ടോ. അപ്പൂന്റെ ഫോട്ടോ ഞാൻ ഇതിൽ ഷെയർ ചെയ്യാം.
അപ്പുവിനെ കൂടെ നിന്നിട്ടുള്ള ഫോട്ടോ ഷെയർ ചെയ്യാം. അപ്പുവിനെ കാണിച്ചിട്ടില്ല എന്ന് തോന്നുന്നു വീഡിയോയില്. അപ്പു പുറത്ത് നിൽക്കായിരുന്നു, അതുകൊണ്ട് അപ്പുവിനെ കാണിക്കാൻ പറ്റിയില്ല. സൂര്യയുടെ അനിയനാണ് അപ്പു. നമ്മുടെ ബ്ലോഗിൽ അപ്പു സൂര്യയാണ് മിക്കവാറും നേരത്തെ ഉണ്ടായിരുന്നത്. ലോറിയുടെ ഫ്രണ്ടിൽ കയറിയാലേ നമുക്ക് വേഗം പോകാൻ പറ്റുള്ളൂ. ഒരു ലോറി ഭയങ്കര സ്ലോ ആയിട്ട് പോവാണ്. അപ്പൊ ഇതാ ഒരു ടവർ ഉണ്ടോ, അതല്ലേ ആകാശവാണി? ആകാശവാണിയുടെ ദൂരദർശനാണോ? ആകാശവാണി വേറെ ഉണ്ടോ? അത് ഞാൻ പിന്നീട് ഒരു ദിവസം കാണിച്ചാൽ. ആകാശവാണിയുടെ ടവർ അത് നമ്മള് കാക്കനാടുന്ന് മറ്റേ വൈറ്റില അപ്പുറം റൂട്ടില് ഹൈവേ വഴി വന്നാലാണ് ആകാശവാണിയുടെ കാണുക. ഇതിപ്പോ ഇതുവഴി വരുമ്പോ നമുക്ക് ഈ ഒരു ടവർ കാണാൻ പറ്റും. ഇത് ദൂരദർശന്റെയാണ്. പണ്ട് നമ്മള് കാക്കനാട്, പണ്ട് നമ്മളല്ല, ഞാൻ കാക്കനാടിന് അടയാളമായിട്ട് കണ്ടിരുന്നതാണ് കേട്ടോ ഈ ഒരു ടവർ. ടവർ തന്നെയല്ല പറയണത്, ട്രാൻസ്മിറ്റർ. ഓക്കെ, ഈ ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിപ്പോ ഇൻഫോ പാർക്കിന്റെ ആ ഒരു ഭാഗമാണ് കേട്ടോ. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇത് നല്ല കുറെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉള്ള, കുറെ ചെറിയ തട്ടുകടകളും റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉള്ള ഒരു ഏരിയ ആണ് കേട്ടോ. നല്ല രസമാണ് ഇവിടെ. അപ്പൊ ഈ ഒരു യാത്രയൊക്കെ നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ അവിടെ വെച്ച് സംസാരിക്കാതിരുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ സംസാരിക്കാൻ പറ്റിയ അന്തരീക്ഷമല്ല കേട്ടോ. നമുക്കിങ്ങനെ ഉറക്കെ സംസാരിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ വീഡിയോ എടുക്കണ്ടെന്ന് അവർക്ക് അറിയില്ല. എല്ലാവരും വീഡിയോ എടുക്കുന്നത് അറിഞ്ഞു കഴിയുമ്പോൾ എല്ലാവരും പിന്നെ സംസാരിക്കാതിരിക്കും. അവരുടെ എല്ലാവരും നാച്ചുറൽ ആയിട്ടുള്ള ഒരു അതെ പ്രൈവസിയും പോകരുത്, പിന്നെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നഷ്ടപ്പെടരുതല്ലോ നമ്മള്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്ന ആ ഒരു രീതിയിൽ അങ്ങനെ എടുക്കാതിരുന്നത്. എന്റെ കൈ കഴിക്കുന്നു. അപ്പൊ ഇവിടെ എന്ന് വെച്ചാൽ റോഡിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ ചാട്ടം ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് പോകുമ്പോ ഇത്തിരി പായസം വാങ്ങിച്ചിട്ടോ. ഇവിടെ പായസം കണ്ടു കേട്ടോ. അപ്പൊ എനിക്ക് ഇച്ചിരി പായസം വാങ്ങിക്കുന്നു. പരിപ്പ് പായസം കണ്ടു കഴിയുമ്പോ നമുക്ക് പിന്നെ പായസം കഴിക്കാതെ വീട്ടിലുണ്ടാക്കുന്ന ടേസ്റ്റ് അല്ല, വീട്ടിലുണ്ടാക്കുന്ന അത്രയും ടേസ്റ്റ് ഒന്നും വരാറേ ഇല്ല കേട്ടോ. കല്യാണ വീട്ടിൽ കിട്ടുന്നല്ല, പിന്നെ ഒരു ചേഞ്ച് നമുക്കൊരു ഒരു സമാധാനത്തിനൊരു പരിപ്പ് പായസം കഴിക്കാന്നുള്ള രീതിയിൽ ആ പായസം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ പായസക്കാരനെ കണ്ടപ്പോഴാണ് ഞാൻ അവിടെ ഉണ്ടായിരുന്നു, ആ ലെഫ്റ്റ് സൈഡിലുണ്ടായിരുന്നു. നമ്മള് ഓപ്പോസിറ്റ് പോണ സൈഡിൽ വരുമ്പോ കിട്ടും, വണ്ടി ഒതുക്കാൻ പറ്റും. ഇവിടെ ഒരു ചിയാങ് തുടങ്ങിയിട്ടുണ്ടല്ലോ റൈറ്റ് സൈഡില്. ഇവിടെ ഒരു ചൈനീസ് റെസ്റ്റോറന്റ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, ചിയാങ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇന്നത്തെ എന്റെ മേക്കപ്പ് ഓവർ ആയിട്ടൊന്നും ഇല്ലല്ലോ. ഞാനപ്പൊ ഇന്ന് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് ഇതിനു മുന്നേ. നിങ്ങൾ ഇന്നലെ കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ലാത്തവരെല്ലാരും പോയി കാണണം കേട്ടോ നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ എന്നുള്ളൊരു വീഡിയോ. അതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ സൂര്യയെ കൂട്ടിക്കൊണ്ടുവരാൻ പോയിട്ട് ഇങ്ങനത്തെ ഒരു മേക്കപ്പിലിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഈ രീതിയിൽ വരില്ല. അപ്പോൾ അവരാണെങ്കിലും എല്ലാവരും വിചാരിക്കും ഞാൻ എന്താ ഇത്രയും റെഡി ആയിട്ട് വന്നിരിക്കുന്നതെന്നുള്ളത്. പിന്നെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ. അപ്പോൾ പിന്നെ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി കാണിച്ചു തരാം. നമ്മൾ അങ്ങോട്ട് എത്തുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നല്ല ബ്ലോക്ക്. ലെഫ്റ്റ് സൈഡ് കയറ്റിയെടുത്താൽ ഇത്രയും കൂടി മുന്നോട്ട് വന്നിട്ട് ഈ വണ്ടി റൈറ്റാ എടുത്തോ. ഇത്തിരി ഈ വണ്ടി സ്വിഫ്റ്റിന്റെ ബാക്കിലുണ്ടോ. ഇല്ല ഇപ്പൊ അറിഞ്ഞല്ലോ. അപ്പൊ ഞങ്ങളിങ്ങനെ വേഗം പോവാൻ വേണ്ടിയിട്ട് സമയം പോവാതിരിക്കും. അപ്പൊ ഞങ്ങളിങ്ങനെ സമയം പോവാതിരിക്കാൻ വേഗം പോവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സൈഡിൽ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മളെ കല്യാണത്തിന്റെ വ്ളോഗ് ഇട്ടപ്പോൾ എനിക്ക് കുറച്ച് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, വാട്സാപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ പല്ലെന്താണ് ഇങ്ങനെ, പല്ല് കമ്പി ഇട്ടൂടെ എന്നൊക്കെ ചോദിച്ച്. അതിൻ്റെ ഒരു സ്റ്റോറി ഞങ്ങൾ അടുത്ത ദിവസം പറയാട്ടോ. ഈ വീഡിയോ കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ അതായിരിക്കും വരുന്നത്. എന്തുകൊണ്ടാണ് പല്ലില് കമ്പി ഇടാത്തതെന്നുള്ളത് അത് ഞാനിങ്ങനെ ചെറിയൊരു മറവി കൊണ്ട് സംഭവിച്ചതാണ്. അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഷോർട്ടായിട്ട് പറയല്ല, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതെന്താന്ന് വെച്ചാല്
അടുത്ത വീഡിയോയിൽ നിങ്ങൾ അടുത്ത വീഡിയോ കാണുന്നത് അതായിരിക്കും. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ടില്ല, അത് കറക്റ്റ് ആവില്ല. രാജീവനും കൂടി ഇരുന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിച്ചതെന്നും ഞാൻ മുഴുവനായിട്ട് ചിരിക്കാത്തത് എന്തുകൊണ്ടാണെന്നും എൻ്റെ സൈഡ് വ്യൂ എടുക്കാത്തത് എന്തുകൊണ്ടാണെന്നൊക്കെ നിങ്ങളോട് പറയാൻ പറ്റുള്ളൂ. മുഴുവനായിട്ട് ചിരിച്ചോ? ഒരു കുഴപ്പമില്ല. മുഴുവനായിട്ട് ചിരിച്ചു ഞാൻ പണ്ട് ചിരിക്കുന്ന പോലെ ഇപ്പൊ ചിരിക്കില്ല കേട്ടോ. ഇപ്പൊ ഞാൻ കുറച്ച് ചിരി ഇത്തിരി കൂടുതലായിരുന്നു എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഇപ്പൊ പല്ലെടുത്ത് കളഞ്ഞ പിന്നെ ചിരി 50% ചിരി അങ്ങോട്ട് കുറഞ്ഞു. അതിന്റെ ആവശ്യമില്ല, ധൈര്യമായിട്ട് ചിരിച്ചോ. അപ്പൊ എന്തായാലും ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് തിരിച്ചു പോകുമ്പോൾ പായസം വാങ്ങിച്ചിട്ട് ബാക്കിയുള്ള വിശേഷം പറയാം കേട്ടോ. അപ്പൊ ഞങ്ങള് പായസക്കാരനെ നോക്കി വരാൻ കേട്ടോ. അതാണ് പായസം. ഈ മലബാർ ദം ബിരിയാണിയുടെ അപ്പുറത്ത് കാണുന്നതാണ് പായസം. പരിപ്പായസം ഉണ്ടോന്ന് ചോദിച്ചു നോക്കട്ടെ കേട്ടോ. അപ്പൊ ഞങ്ങള് പായസം വാങ്ങിക്കാൻ നിർത്തിയിട്ട് പായസം വാങ്ങിച്ചില്ല കേട്ടോ. അവിടെ നിന്ന് ഇളയച്ചന്റെ വീട്ടിൽ വന്നു. അവരെല്ലാവരും ഇറങ്ങി. അപ്പൊ ഇളയച്ചൻ വിളിച്ചിട്ട് അവരെല്ലാരും ഇറങ്ങി, റോഡിലേക്ക് ഇറങ്ങി എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങള് പായസം വാങ്ങിച്ചില്ല. പായസം വാങ്ങിയത് അതാ വേഗം പോവാണ്. ഇവിടെ ഇത്തിരി ബ്ലോക്ക് ഉണ്ട് റോഡില്, അതുകൊണ്ട് വേഗം പോവാന്ന് വിചാരിച്ചു. ഇനി അങ്ങോട്ട് ചെന്നിട്ട് സൂര്യ എല്ലാരും ഇറങ്ങി വരുമ്പോ കാണാട്ടോ. അപ്പൊ ഞങ്ങളിതാ കറങ്ങി തൃപ്പൂണിത്തുറയിൽ എത്തിയിട്ടോ. വീഡിയോ വീണ്ടും എടുക്കുന്നത് തൃപ്പൂണിത്തുറയിൽ എത്തിയിട്ടാണ്. ഇപ്പൊ ഉത്സവമൊക്കെ കഴിഞ്ഞ് അമ്പലത്തിലിതാ മറ്റേ ഫ്രണ്ടില് തൃപ്പൂണിത്തുറയില് പൂർണ്ണത്രയീശന്റെ അമ്പലത്തിലെ ഉത്സവമാണ്. അമ്പലമാണ് നേരെ കാണുന്നത്. ഇപ്പൊ ഉത്സവം കഴിഞ്ഞിട്ട് ഫ്രണ്ടില് വെക്കുന്ന എന്താ അതിന്റെ പേര്, ഗോപുരം പോലെയൊക്കെ പണിത് വെക്കില്ലേ, അതൊക്കെ പൊളിച്ചു മാറ്റി ഇപ്പൊ അമ്പലത്തിന്റെ ഗോപുരമാണ് അവിടെ കാണുന്നത്. പിന്നെ ഇങ്ങോട്ട് മറ്റേ ബജ്ജി ഷോപ്സും അതൊക്കെ കിഴക്ക് സൈഡിൽ കുറെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടു കേട്ടോ. ഞാനിപ്പോ ഇവിടെ എത്തിയപ്പോഴാണ്, ബാങ്കിൽ പോയതാണ്. അപ്പൊ ഇങ്ങോട്ട് ബജ്ജി ഷോപ്സ് ഒക്കെ ഇങ്ങനെ ഉണ്ട്. കുറച്ച് കടകളൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. സന്ധ്യ ആകുമ്പോ തുറക്കും. ഇതാ ഇവിടെയൊക്കെ ബജ്ജി ഷോപ്പ് ഉണ്ട് കേട്ടോ. പിന്നെന്താ ബജ്ജി ഷോപ്പും പിന്നെ കുറെ ഷോപ്സ് ഒക്കെ അവർ ക്ലോസ് ചെയ്ത് തുടങ്ങി. അടുത്ത ഉത്സവ സ്ഥലത്തേക്ക് പോയി തുടങ്ങി. ഞങ്ങളെ ഇപ്രാവശ്യം ഇവിടെ നല്ല ഭംഗിയില്ല. അയ്യോ ഞാൻ പാത്രം വാങ്ങിക്കാൻ വരണം എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ വന്നില്ല. അത് കിഴക്കേ സൈഡിലായിരുന്നു. ആ കിഴക്കോട്ട് പോണം. ഞാൻ ഈ പാത്രങ്ങൾ കണ്ടപ്പോഴുണ്ടോ പാത്രം വാങ്ങിക്കാൻ വന്നെന്ന് പറഞ്ഞിട്ട്. അത് നമ്മൾ രണ്ടുപേരും കൂടെ പോണം. വൈകുന്നേരം വന്നാലേ നടക്കുള്ളൂ. അപ്പൊ ഇപ്പൊ നല്ല വെയിലാണ്. ഞങ്ങള് വൈകിട്ട് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ വാങ്ങിക്കാന്ന് വെച്ചു. ഇവിടെ ഇതാ ഭരണികളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭരണികളൊക്കെ ഇരിക്കുന്നുണ്ട്, കപ്പുകളൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇവിടുന്ന് ഭരണി വാങ്ങിക്കാറില്ല. നമ്മൾ ഭരണി വാങ്ങിക്കുന്നത് ഭരണി വിൽക്കുന്ന ആൾക്കാരുടെ അടുത്തു നിന്നാണ്. അത് എവിടുന്ന നമ്മള് ഭരണി വാങ്ങിച്ചത്? ആലപ്പുഴ. ഞങ്ങൾ ആലപ്പുഴ പത്തനംതിട്ട പോയിട്ട് വന്ന വഴി ആലപ്പുഴയിൽ നിന്നാണ് ഭരണി വാങ്ങിച്ചത് കേട്ടോ. നമ്മുടെ വീട്ടില് വൈൻ ഉണ്ടാക്കാനാണ് വാങ്ങിച്ച ഭരണിയൊക്കെ ഇരിക്കുന്നതും അച്ചാറിട്ട് വെക്കുന്ന ഭരണിയൊക്കെ ഇരിക്കുന്നതൊക്കെ ആലപ്പുഴയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇവിടെ ഞാൻ ഭരണി ഇങ്ങനെ കണ്ടിട്ടേ ഉള്ളൂ, വാങ്ങിച്ചിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കണ്ടത്. ഇനിയിപ്പോ നേരെ പേട്ട ഭാഗത്തേക്കാണ് പോകുന്നത്. ഞങ്ങൾ ഇന്ന് ഫുൾ ഡേ കറക്കം തന്നെയാണ് കേട്ടോ. ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ തീർത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോന്നായിട്ട്. അപ്പൊ സൂര്യ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഞങ്ങള് ഇളയച്ചൻ വിളിച്ചിട്ട് എത്തിയപ്പോ സൂര്യ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞായിരുന്നു. സൂര്യ പോകുന്നായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങള് ഇളയച്ചനൊക്കെ വണ്ടിയിൽ കയറി സൂര്യയുടെ ഫോൺ എടുക്കാൻ മറന്നുപോയിട്ട് അമ്മയും ചിറ്റയും മാത്രം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ചെന്ന് അവരെയും പിക്ക് ചെയ്തിട്ട് പോന്നു. അപ്പൊ സൂര്യ കയറുന്നതിന് മുന്നേ നമ്മൾ കയറാൻ പാടില്ലല്ലോ, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. നമ്മൾ ആദ്യം കയറിയിട്ട് പിന്നെ വീഡിയോ എടുത്തിട്ട് സൂര്യ കയറ്റുന്നത് ശരിയല്ലല്ലോ. അതാണ് പേട്ട ജംഗ്ഷൻ. പേട്ട ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും. ഇനി നമ്മൾ പോണത് സ്വാമിയുടെ ഷോപ്പിലേക്കാണ് കേട്ടോ. സ്വാമിയുടെ ഷോപ്പിൽ പോയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. സ്വാമിയുടെ ഷോപ്പിൽ പോയിട്ട് കാണിച്ചു തരാം എന്ന് പറയുന്നത് കുറച്ച് കാര്യങ്ങൾ. ഞാൻ പോണത് ഹൽവ മേടിക്കാനാണ്. കഴിഞ്ഞ ദിവസം ഹൽവ വാങ്ങിച്ചു. ഇച്ചിരി ബലം കൂടുതലായിരുന്നു. അപ്പൊ എന്തായാലും എനിക്ക് ആ ഹൽവ ഇഷ്ടപ്പെട്ടു. എനിക്ക് ബ്ലാക്ക് അല്ല, ബലം കൂടുതലായതുകൊണ്ട് ഇഷ്ടപ്പെട്ടെന്നല്ല, ബ്ലാക്ക് ഹൽവ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാനത് വാങ്ങിക്കാന്ന് വിചാരിച്ചു. എന്താ വൈകിട്ട് ബോണ്ട തീർന്നു.
എന്താ വേണ്ടെന്ന് പറഞ്ഞു. ഞാനെങ്ങനെ അറിയണം എന്താ കഴിക്കണമെന്ന്. ആ ബോളി വാങ്ങിച്ചു. ഇപ്പോൾ നിങ്ങൾ കണ്ടതാണ് പേട്ടയിലെ ഫേമസ് ആയിട്ടുള്ള സ്വാമീസ് സ്വീറ്റ് ഷോപ്പ്. സ്വാമീസിൻ്റെ സ്വീറ്റ് ഷോപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാ വിധത്തിലുള്ള സ്വീറ്റ്സ് ഇവിടെ കിട്ടും. നമ്മൾ രാവിലെ സൂര്യ കൊണ്ടുവരുമ്പോഴപ്പോൾ സ്വീറ്റ്സൊക്കെ ഇവിടെ നിന്നാണ് വാങ്ങിച്ചത്. ഹൽവ, ജിലേബി, ലഡു ഒക്കെ വാങ്ങിച്ചത് ഇവിടെ നിന്നാണ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ വൈകുന്നേരത്തേക്ക് സ്നാക്സ് വാങ്ങിക്കാൻ ഇറങ്ങിയതാണ്. അപ്പം നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുറേ നമ്മുടെ ആളുകൾ ഓരോരുത്തരുടെ ലോക്കൽ ഏരിയ കാണിക്കുമ്പോഴാണ് എല്ലാവർക്കും വ്യത്യസ്തമായ സ്ഥലങ്ങളൊക്കെ കാണുന്നത്. അപ്പൊ നമ്മുടെ ഏരിയ മാത്രം കാണാത്ത ആളുകൾ ഒരുപാട് പേരുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഈ സ്ഥലങ്ങളൊക്കെ കാണിക്കുന്നത്. പിന്നെന്താ, പിന്നെ എന്തൊക്കെയാ വാങ്ങിച്ചത് എന്തൊക്കെയാണെന്നുള്ളത് വീട്ടിൽ പോയിട്ട് കാണിക്കാട്ടോ. അത് വീട്ടിൽ പോയിട്ട് കാണിക്കാം. ഇനി നമുക്ക് ഒരു ഷോപ്പിലും കൂടി കയറാനുണ്ട്. അത് കഴിഞ്ഞാൽ നേരെ വീട്ടിൽ പോകും. അപ്പോൾ അടുത്ത ഷോപ്പിൽ കയറിയിട്ട് അടുത്ത വിശേഷം പറയാം. അപ്പോൾ ഞങ്ങൾ പേട്ടയുടെ ഉൾഭാഗത്തുള്ള റോഡിലേക്കാണ് ഉണ്ടാവുന്നത്. ഇതിവിടെ ഷോർട്ട് കട്ടാണ്. പേട്ടയിൽ നിന്ന് നമ്മുടെ മരടിലേക്ക് വരാനുള്ള ഷോർട്ട് കട്ട് റോഡുകളാണ് കേട്ടോ. പേട്ടയിലെ മെയിൻ റോഡിൽ ബ്ലോക്ക് വരുമ്പോൾ ഈ റോഡിൽ ഒറ്റ മനുഷ്യനുണ്ടാവാറില്ല. അതെ, ഈ ഷോർട്ട് കട്ട് റോഡൊന്നും ആർക്കും അറിയില്ലെന്ന് തോന്നുന്നില്ല. അധികം ആർക്ക് ഇവിടെയുള്ള ലോക്കൽ ആൾക്കാർക്ക് കുറച്ച് ആൾക്കാർക്ക് അറിയാൻ, എല്ലാവർക്കും അറിയാൻ അതെ, പുതിയതായിട്ട് വന്ന് താമസിക്കുന്ന ആൾക്കാർക്കൊന്നും അറിയാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെയാണ് കഴിഞ്ഞ ദിവസം ഇവിടെ തൃപ്പൂണിത്തുറമ്പലത്തിൽ ഉത്സവമായതുകൊണ്ട് ഇവിടെ മെയിൻ റോഡിലൊക്കെ ബ്ലോക്ക് ആയിരുന്നു. ഇപ്പൊ രാജീവേട്ടനൊക്കെ ഇതുവഴിയാണ് കേട്ടോ ഷോർട്ട് കട്ട്. കിച്ചൂസും രാജീവേട്ടനൊക്കെ ഇതുവഴിയാണ് വന്നിരുന്നത്. രാത്രി ഇതിലേ വന്നാലൊക്കെ നമുക്ക് വേഗം വീട്ടിലെത്താൻ പറ്റുള്ളായിരുന്നു. ഇതിന്റെ ഉള്ളിൽ കൂടി ഒക്കെ വേറെ വേറെ വഴികളുണ്ട് കേട്ടോ. നമുക്ക് കുണ്ടന്നൂർ അടുത്ത് വരെ പോവാല്ലേ, ഈ ഉള്ളിൽ കൂടിയുള്ള വഴി കൂടി അടുത്ത് വരെ പോവാം. അപ്പൊ നമ്മളിപ്പോ നമ്മുടെ വീടിന്റെ അടുത്തേക്കാണ് പോകുന്നത്. പക്ഷെ ഇങ്ങനെ ഉള്ളിലേക്ക് കുറച്ച് റോഡുകളുണ്ട് ഇങ്ങനെ കണക്റ്റഡ് ആയിട്ട്. ഈ വീട്ടിൽ എനിക്ക് ഈ മതില് ഭയങ്കര ഇഷ്ടമാണ്. ചെടി വീട്ടിലെ വേറൊരു കാര്യം ഉണ്ടായിരുന്നു. നമ്മുടെ ധനേഷില്ലേ, ധനേഷ് ഈ വീട്ടിൽ വന്നു. അവിടെയാണ് റോഡ് വീലർ ഉണ്ട് എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചിട്ടുണ്ട് ഗേറ്റിന്റെ അവിടെ. റോഡ് വീലർ എന്ന് പറഞ്ഞാൽ പട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓണറായിട്ട് മാത്രം ഭയങ്കര അടുപ്പവും ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ നല്ല കടിയും കടിക്കുന്ന ടൈപ്പ് പട്ടിയാണ്. ബോർഡ് തന്നെ വെച്ചിട്ടുണ്ട്, റോഡ് വീലറുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. റോഡ് വീലർ ഉണ്ടെന്ന്, നായ ഉണ്ടെന്നല്ല വെച്ചേക്കണ, റോഡ് വീലർ ഉണ്ടെന്ന് പറഞ്ഞ അവിടെ വെച്ചേക്കണ തന്നെ. അപ്പൊ അവൻ അങ്ങോട്ട് നോക്കിയപ്പോഴത്തേക്ക് ഗേറ്റിന്റെ അവിടെ നോക്കിയപ്പോ പട്ടിക്കൂട് പൂട്ടിയിട്ടേക്കാണ്, ഡോർ ക്ലോസ് ആയി കിടക്കാണ്. ആ ധൈര്യത്തിൽ അവൻ നേരെ അങ്ങ് ചെന്ന്. അപ്പൊ അതിന് 2 ഡോർ ഉണ്ടായിരുന്നു ആ പട്ടിക്കൂടിന്. മറ്റേ ഡോർ തുറന്നു കിടക്കായിരുന്നു. ഇവൻ നടന്ന് അടുത്ത് ചെന്നപ്പോഴത്തേക്കും സാധനം ഇങ്ങനെ വന്നു പതിയെ. അത് കേട്ടിട്ട് എനിക്ക് വയറുവേദന എടുക്കണ പോലെ തോന്നിയായിരുന്നു ധനേഷ് പറഞ്ഞിട്ട്. എന്തോ ദൈവഭാഗ്യം കൊണ്ട് അവനെ കടിച്ചില്ല. അവൻ ഓടിയില്ല, പേടിച്ച്. സാധാരണ ആരാണെങ്കിലും അറിയാതെ ഓടിപ്പോകും. പണ്ട് പട്ടി ഉണ്ടായതിന്റെ ഒരു എക്സ്പീരിയൻസിലാണ് ഓടാതിരുന്നത്. പക്ഷെ അവൻ ഓടിയെങ്കിൽ അവന്റെ ഇടപാട് നിർത്തി. പട്ടീനെ കണ്ട് പരിചയമില്ലാത്ത ആളുകളാണെങ്കിൽ ഉറപ്പായിട്ട് ഓടും. അല്ല, റോഡ് വീലറിന്റെ കഥകൾ കേട്ടിട്ടുള്ള ആളുകൾ ആരും അവിടെ നിക്കാൻ സാധ്യതയില്ല. കാരണം അത് കടിച്ചു കഴിഞ്ഞാൽ ബാക്കി വെച്ചേക്കൂലെന്ന് പറഞ്ഞു. നല്ല സൂപ്പർ കടിയായിരിക്കും തരുന്നത്. അപ്പൊ ആ ഒരു കഥ ഞാൻ കേട്ട് എനിക്ക് ഭയങ്കര. ഞങ്ങള് നടക്കാൻ പോകുമ്പോ അതുവഴിയൊക്കെ പോകട്ടെ. നടക്കാൻ പോയിരുന്ന സമയത്ത് ആ വഴിയിൽ ഉൾഭാഗത്ത് കൂടിയൊക്കെ പോവാറുണ്ട്. ആ വഴിയിൽ ഉൾഭാഗത്ത് കൂടിയൊക്കെ പോകുമ്പോ എന്താന്ന് വെച്ചാൽ അവിടെ നമ്മള് ഇങ്ങനെ കുറയ്ക്കണ സൗണ്ടും കേൾക്കും. അങ്ങനെ മുരളണ സൗണ്ടില്ല, പട്ടിയുടെ സൗണ്ട് കുറയ്ക്കണ ഭയങ്കര ബാർക്കിംഗ് സൗണ്ട് ഉണ്ടല്ലോ, മുരങ്ങണ സൗണ്ട്, മുരള. അത് വേറെ. അവിടം വരെ പോവാം. അവിടെ കക്കിറച്ചി ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ പട്ടം കറങ്ങി വരാണ് കേട്ടോ. എന്താ വെച്ചാല് നമുക്ക് കക്കിറച്ചി അതുപോലെ മീനുകളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഈ കിച്ചൂസിന്റെ സ്കൂൾ ഉണ്ടായിരുന്നതിന്റെ ഇപ്പുറത്ത് വരണം കേട്ടോ. കിച്ചൂസിന്റെ നമ്മുടെ മിനി ബൈപ്പാസ് എന്ന് പറഞ്ഞിട്ട് ഒരു റോഡ് ഉണ്ട് ഇവിടെ. നമ്മളിപ്പോ കയറുന്നതാണ് മിനി ബൈപ്പാസ് റോഡ്. ആ
മിനി ബൈപ്പാസ് റോഡിലേക്ക് കയറി കുറച്ചങ്ങോട്ട് പോയാലേ നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ കിട്ടുള്ളൂ. അല്ലെങ്കിൽ കുണ്ടന്നൂർ വരെ പോകണം. അപ്പോഴാണ് നമുക്ക് ഈ റോഡ് സൈഡിൽ കിട്ടുന്ന വെജിറ്റബിൾസ്, റോഡ് സൈഡിൽ കിട്ടുന്ന ചെറിയ മീനുകൾ, ചീര, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഞാൻ അങ്ങോട്ട് പോയപ്പോൾ തൃപ്പൂണിത്തുറയ്ക്ക് ആദ്യം പോയപ്പോൾ കണ്ടു. പിന്നെ ഇപ്പൊ ഒന്നും കൂടി തൃപ്പൂണിത്തുറ റൂട്ടിലേക്ക് ഞങ്ങൾ പോകണം. തൃപ്പൂണിത്തുറ വരെ പോകണ്ട കേട്ടോ. ഇത് ഗാന്ധി സ്ക്വയറിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് മുന്നോട്ട് പോയാൽ മതി. അപ്പോൾ കിച്ചൂസിന്റെ കാല് വയ്യാണ്ടിരിക്കുന്നതുകൊണ്ട് കിച്ചൂസിനെയും കൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല. അതുകൊണ്ടാണ് കിച്ചൂസിനെയും കൊണ്ട് വന്നാൽ കിച്ചൂസിന് വണ്ടി ഓടിക്കാൻ പറ്റില്ല. കിച്ചൂസിന്റെ കാല് വയ്യാണ്ടായിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് പറയാം കേട്ടോ. അത് നമുക്ക് തിരിച്ചു വരുമ്പോൾ പറയാം. അല്ലെങ്കിൽ കക്കയിറച്ചി ചേട്ടനെ കാണാൻ പറ്റില്ല. എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, പക്ഷെ ഞാൻ ഇതുവരെ വണ്ടി ഓടിച്ചിട്ടില്ല. 60 കിലോമീറ്റർ സ്പീഡിൽ വരെയൊക്കെ വണ്ടി ഓടിച്ചിട്ടുള്ള ഞാൻ കണ്ടിട്ടുണ്ടെന്ന്. അതെ, 60 കിലോമീറ്റർ സ്പീഡിലൊക്കെ ഞാൻ ഓടിക്കുള്ളൂ. ഞാൻ ചെറിയ സ്പീഡിലൊന്നും ഓടിക്കില്ല, പതുക്കെ ഒന്നും ഓടിക്കില്ല, വണ്ടി സ്പീഡിൽ ഓടിക്കുള്ളൂ. അങ്ങനെ കുറച്ച് ദിവസം മാത്രം ഓടിച്ചിട്ടുള്ളത് മാത്രം. ഇത് ഞണ്ട, ഇതെന്റെ കൈ പോവും. എന്റെ കൈക്ക് ഞണ്ടിനെ ശരിയാക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. ഇത് അവിടെ ഉണ്ടായിരുന്നത് അല്ല, കക്കിറച്ചി. അപ്പൊ ഞങ്ങള് കക്കിറച്ചി വാങ്ങിച്ചു കേട്ടോ. കക്കിറച്ചി ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. കക്കിറച്ചി ഫ്രൈ വൈകിട്ട് ഉണ്ടാക്കാം. വൈകിട്ട് എന്ന് പറഞ്ഞാൽ ഇന്ന് ചപ്പാത്തിക്കും അതുപോലെ നാളെ ചോറിനും ഒക്കെ ആയിട്ട് കക്കിറച്ചി ഫ്രൈ ഉണ്ടാക്കാൻ വിചാരിച്ചു. കക്കിറച്ചി വലിയ കക്കിറച്ചി, തീരെ ചെറിയ കക്കിറച്ചി ഉണ്ടായിരുന്നു. അതിനാണ് ടേസ്റ്റ്. പക്ഷെ ടേസ്റ്റ് ഉള്ളെങ്കിലും നന്നാക്കി എടുക്കാൻ ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ട് ഞാൻ ക്ഷമ പോവും. അതുകൊണ്ട് ഞാനൊരു മീഡിയം വലിപ്പമുള്ള കക്കിറച്ചിയാണ് വാങ്ങിച്ചത്. അപ്പോൾ കിച്ചൂസിന്റെ കാലിന് എന്താണ് പറ്റിയെന്ന് വെച്ചാൽ, കിച്ചൂസ് ഉത്സവത്തിന് പോയിട്ട് നമ്മുടെ പൂർണ്ണത്രേശന്റെ അമ്പലത്തിലെ ഉത്സവം 8 ദിവസം ഉത്സവം ഉണ്ടായി. അപ്പോൾ കിച്ചൂസ് വലിയ വിളക്കിന്റെ അന്ന് പോയപ്പോൾ രാത്രി ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടെ പോയതാണ്. അപ്പൊ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ബ്ലോക്ക് ആയിരുന്നപ്പോഴത്തേക്കും ഈ റോഡൊക്കെ ബ്ലോക്ക് ആയിരുന്നു കേട്ടോ. ഇവിടുന്ന് ബിരിയാണി മേടിക്കണ്ടേ. കിച്ചൂസിന് ഞങ്ങൾ ബിരിയാണി വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കിച്ചൂസിന് ബിരിയാണി വാങ്ങിച്ചിട്ടേ, ബിരിയാണി വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിരിയാണി വാങ്ങിച്ചിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി പറയാം. നമ്മൾ പറഞ്ഞു വന്ന എന്താണ്, ബ്ലോക്കിൽ കിടക്കായിരുന്നു. കിച്ചൂസ് അപ്പൊ കിച്ചൂസ് അമ്പലത്തിൽ പോകുന്ന വഴിക്ക് ബ്ലോക്കിലായിരുന്നു. അപ്പോ 2 പേര് വെള്ളം ഒടിച്ച് ബൈക്കിന് വന്നിട്ട് കാലിലെ തള്ളവരിലേക്ക് ബൈക്ക് കയറ്റി. തള്ളവരിൽ ആദ്യത്തെ തവണ തന്നെ ഒരു പരുവത്തിലായി. അത് കഴിഞ്ഞ് അവന്മാർക്ക് നേരെ നിൽക്കാൻ പറ്റില്ല വെള്ളം മൂത്തിട്ട്. എന്നിട്ട് അവരുടെ ഷൂ ഇട്ട് ആ തള്ളവരലിലും കൂടി ചവിട്ടിയാ നിന്നത്, നേരെ നിൽക്കാൻ പറ്റാതെ വന്നപ്പോ. അങ്ങനെ കിച്ചൂസിന്റെ നഖം പൊളിഞ്ഞ് നാശമായി. നിലത്ത് ചവിട്ടി നടക്കാൻ പറ്റില്ല. അപ്പൊ പൊളിഞ്ഞു വന്നു ആശാൻ അന്നേരം തന്നെ മനസ്സിലായില്ല. കുറച്ച് കഴിഞ്ഞപ്പോ കാല് നനയണ പോലെ തോന്നി. അന്നേരമാണ് നോക്കിയപ്പോ നഖമൊക്കെ പൊളിഞ്ഞിട്ടുണ്ട്. കാലിന്ന് ബ്ലഡ് ഒക്കെ വന്നിട്ട് ചെരുപ്പൊക്കെ നനഞ്ഞപ്പോഴാണ് അവൻ അറിയണത് കാലിന്ന് ബ്ലഡ് വരണ്ടെന്നുള്ളത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാ അവന്റെ വേദനയും വിഷമമൊക്കെ മാറാൻ വേണ്ടി അവൻ വാന്നറിച്ച് പറഞ്ഞെന്ന് പറഞ്ഞു കടുപ്പത്തിൽ എന്തോ. പക്ഷെ അത് കേൾക്കാനുള്ള വെളിവ് പോലും അവർക്കില്ലായിരുന്നു എന്നാണ് അവന്റെ സങ്കടം. അപ്പൊ കിച്ചൂസ് എന്നും പറഞ്ഞു, ഞങ്ങള് പറഞ്ഞതൊന്നും അവര് കേട്ടില്ല. കിച്ചൂസിന്റെ ഫ്രണ്ട്സും എന്തൊക്കെയോ പറഞ്ഞു, കിച്ചൂസും പറഞ്ഞു, പക്ഷെ അതൊന്നും അവര് കേട്ടില്ല. വേദനയേക്കാളും സങ്കടം ഞാൻ പറഞ്ഞു, അവര് കേൾക്കാനുള്ള ബോധം ഉണ്ടായിരുന്നില്ല. അതാണെന്നാണ് പറഞ്ഞത്. അപ്പൊ കിച്ചൂസ് കഴിഞ്ഞ ദിവസം എന്റെ അടുത്ത് ബിരിയാണി ഉണ്ടാക്കാൻ പറയുമ്പോ ഞാൻ പറഞ്ഞു ബിരിയാണി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. പക്ഷെ കിച്ചൂസിന് നിക്കാൻ പറ്റില്ല എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അതങ്ങനെ വന്നപ്പോ ഞാൻ പറഞ്ഞു ഇന്ന് ബിരിയാണി വാങ്ങിച്ചു തരാം, അടുത്തൊരു ദിവസം നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. ഇനിയിപ്പോ ക്രിസ്മസ് അല്ലേ വരുന്നത്. അപ്പൊ ക്രിസ്മസിനോടനുബന്ധിച്ച് ബിരിയാണി ഉണ്ടാക്കില്ല കേട്ടോ. ക്രിസ്മസിന് നമുക്ക് ഉത്സവമാണ്. അപ്പൊ ഉത്സവത്തിന് പച്ചക്കറി ആയിരിക്കും. അപ്പൊ എന്തായാലും കിച്ചൂസിന് ബിരിയാണി വാങ്ങിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ 2 കൊച്ചിനെ കേട്ടിട്ട് ഒരു അമ്മ വരുന്നുണ്ട്. അതൊന്നും കാണിച്ചു കൊടുക്കും. എന്നാലും വേറെ തന്നെ കൊച്ചിനെ ഇതുപോലെ ക്യാരിയറിൽ 2 പേര് ഇരുത്തി ഇതേവരെ എടുത്തിട്ടില്ല. ഞാനത് ക്ലിയർ ആയിട്ട് കിട്ടിയില്ല. എടുത്തോ. 2 പേര് ഇരുത്തിയേക്കണം പറയും. ഹിന്ദിക്കാരാന്ന് തോന്നണം കണ്ടിട്ട്. അതെ, ഇവിടെ നമുക്കറിയാത്ത ഒരുപാട് പേര് താമസിക്കുന്നോണ്ട് തന്നെ ആ കുട്ടികൾ വേഗം ടാറ്റയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ റോഡ് എത്തി എന്ന് നടു അറിഞ്ഞു തുടങ്ങി. ഇതൊക്കെ കോവിഡ് കഴിഞ്ഞ പിന്നെ ഈ റോഡിലെ കട്ടറൊക്കെ ചാടി കഴിഞ്ഞ
അപ്പൊ ഓരോ കട്ടറിന്റെ നടുവിട്ടു. അങ്ങനെയുള്ളൊരു കുഴപ്പമുണ്ട്. കിച്ചൂസിനെ കുളിപ്പിച്ചോണ്ടിരുന്ന ചേച്ചിയാണ് ചെറുതായിരുന്നപ്പോ ഈ ചേച്ചിയാണ് കിച്ചൂസിനെ കുളിപ്പിച്ചോണ്ടിരുന്നത്. ആദ്യമേ കിച്ചൂസിനെ കുളിപ്പിച്ചോണ്ടിരിക്കുന്ന ചേച്ചി കുളിപ്പിച്ചോണ്ടിരുന്ന ചേച്ചി എന്ന് പറഞ്ഞാൽ അതെന്തിനാ ഈ ചേച്ചി കിച്ചൂസിനെ കുളിപ്പിക്കുന്നതായിരുന്നപ്പോ കിച്ചൂസ് ജനിച്ച ഉടനെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോ ആ ചേച്ചിയാണ് കിച്ചൂസിനെ കുളിപ്പിച്ചോണ്ടിരുന്നത്. നമ്മള് നമ്മുടെ വഴിയിലെത്തി. നമ്മുടെ ഫ്ലാറ്റിന്റെ പണികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പൊ ദാ ഈ കാണുന്നതാണ് ഇളയച്ചന്റെ വീട്. ദാ ഈ കാണുന്ന ഗേറ്റാണ് ഇളയച്ചന്റെ വീട്. ഇത് കഴിഞ്ഞിട്ട് അടുത്ത വീട് കഴിഞ്ഞിട്ട് അടുത്ത കട കഴിയുമ്പോൾ നമ്മളെ ഗേറ്റ്. അത്രയും ദൂരമുള്ളൂ കേട്ടോ ഇളയച്ചന്റെ വീട് ഞങ്ങളുടെ വീടും തമ്മിൽ. അപ്പോൾ ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് കയറാം. നീതോ കയറി പോണോ എടുക്കാന്ന് വെച്ചിട്ട് വേഗം കയറിപ്പോയി. അങ്ങനെ ഞങ്ങൾ ഒടുവിൽ വീട്ടിലെത്തി. കൈ നിറയെ സാധനമോ. എന്റെ വലത് കയ്യില് ഒരു വലിയ കിറ്റും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഞാൻ ഇടത്തേ കൊണ്ട് വീഡിയോ എടുക്കുന്നത്. വിഷമിച്ചു. അവിടെ അമ്പലത്തിലെ ഉത്സവത്തിന് പന്തലിട്ട് തുടങ്ങിട്ടോ. അത് ഇവിടെ നോക്കി കാണില്ല, എന്റെ മേളിൽ കയറി നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ ഉത്സവത്തിന്റെ പന്തലിട്ട് തുടങ്ങി. അങ്ങനെ ഒടുവിൽ മുടി കെട്ടി തുടങ്ങി. മുടി കെട്ടിയതല്ല, കെട്ടിയതൊക്കെ അഴിച്ചു മാറ്റി. അല്ല, നേരത്തെ കെട്ടിയില്ലായിരുന്നല്ലേ? നേരത്തെ ഒരു വെറുതെ ഒരു ക്ലിപ്പ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ, അപ്പൊ ഈ ആഴ്ച മര്യാദ കെട്ടി വെച്ചു എന്റെ രീതിയിൽ. ഇനി നമ്മളെ യുദ്ധം തുടങ്ങാം. യുദ്ധം തുടങ്ങാൻ കിച്ചണുമായിട്ടുള്ള യുദ്ധം. കിച്ചണിലെ യുദ്ധമൊന്നുമില്ല. പിന്നെ എന്താ ഇനി യുദ്ധം? ഇപ്പൊ ഡ്രസ്സ് മാറാ. എനിക്ക് വിശക്കണു. ഞാനൊന്നും കഴിച്ചിട്ടില്ല. രാവിലെ എന്താ കഴിച്ചത്? രാവിലെ ദോശ. രാവിലെ 2 ദോശ കഴിച്ചിട്ട് നിൽക്കുകയാണ്. സമയം 3 മണിയായി. നമ്മൾ എന്നിട്ട് ഫ്രൂട്ട്. അയ്യോ, ക്ലോക്ക് പൊട്ടേണ്. എന്റെ ബാറ്ററി വീക്കായിരിക്കും. ഇപ്പൊ എത്രയും 4 മണിയായ? 4 മണിയായിട്ടില്ല. ഇനി എനിക്ക് ഡ്രസ്സ് മാറണം. അപ്പൊ ഞങ്ങള് സ്വാമിയുടെ അടുത്തുനിന്ന് വാങ്ങിച്ച സാധനങ്ങളൊക്കെ കാണിച്ചിട്ടോ. ഒരുപാട് സാധനങ്ങളൊന്നുമില്ല, വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. പിറ്റൂസ് ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ബോളി വാങ്ങിച്ചിട്ടുണ്ട്. നല്ല ബോളിയാണ് കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബോളി. ബോളി നേരത്തേക്കാളും സോഫ്റ്റ് ആയിട്ടുണ്ട്. ഭയങ്കര സോഫ്റ്റ് ആയി. കഴിഞ്ഞ ദിവസം ഞാൻ കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ബോണ്ട. ബോണ്ട ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റാം. സ്വാമിയുടെ ബോണ്ടയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് പഴംപൊരി രാജീവേട്ടന് വേണ്ടി വാങ്ങിച്ചതാണ്. അവിടെ വെച്ച് എന്ത് വേണം എന്ന് ചോദിച്ചിട്ട് പറഞ്ഞില്ല. അതുകൊണ്ട് പിന്നെ എന്റെ ശ്രദ്ധ വീഡിയോ എടുക്കുന്നതിലായിരുന്നു. ഞാൻ സ്വന്തമായിട്ട് തീരുമാനിച്ചു പഴംപൊരി വാങ്ങിക്കാമെന്ന്. പഴംപൊരി കാണാൻ ഗ്ലാമറൊക്കെ ഉണ്ട് കേട്ടോ. കുഴപ്പമില്ല, ഞാൻ കഴിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. കഴിച്ചു, കുഴപ്പമൊന്നുമില്ല. പിന്നെ വാങ്ങിച്ചത് ഹൽവ. ഇത് 10 days ആണ് കേട്ടോ ഇതിന്റെ എക്സ്പയർ അറിയുന്നത്. ഇത് ഞാൻ ഇങ്ങനെ പൊളിച്ചിട്ടുണ്ടെങ്കിൽ പോരില്ല. കഴിഞ്ഞ ദിവസം ഞാൻ പൊളിക്കാൻ ശ്രമിച്ചിട്ടത്. ഇന്നത്തെ ഹൽവ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. കഴിഞ്ഞ ദിവസം ഹൽവയുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഹാർഡായിരുന്നു. അത് ഇതോടെ പറഞ്ഞാണ്, എങ്കിലും പറയും ഒന്നും കൂടി. നേരത്തേക്ക് വാങ്ങിച്ചപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു. ഒരു അബദ്ധം പറ്റിയതായിരിക്കാം അന്നത്തെ. ഇന്നിനി എന്താ അവസ്ഥ എന്നൊക്കെ നോക്കാം. എന്നിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല തോന്നുന്നു. നേരത്തെ ലഡു മേടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലൊക്കെ അതിലൊക്കെ നല്ല അടിപൊളി ക്യാഷ്നട്ട് കിട്ടുമായിരുന്നു. ക്വാളിറ്റി ഉള്ള. ഇനി എന്താ എനിക്ക് ഇവിടെ ഉള്ളൊരു ഗുണം എന്താന്ന് വെച്ചാൽ ടേസ്റ്റ് കൂടുതലുള്ള സാധനം നമ്മുടെ നീത കഴിക്കില്ല. അപ്പൊ അതൊക്കെ എനിക്കുള്ളതാണ്. ലഡുവിലുള്ള ക്യാഷ്നട്ട്, ഹൽവയിലുള്ള ക്യാഷ്നട്ടൊക്കെ പെറുക്കി കളയാൻ വേണ്ടി മാറ്റി വെക്കും. അത് ഞാൻ പോയി കാക്കവത്തി തിന്നതല്ലേ, ഞാനാ കഴിക്കുന്നത്. അപ്പൊ കൂടുതൽ ക്യാഷ്നട്ട് എനിക്ക് അങ്ങനെ കഴിക്കാൻ പറ്റും. ഓയില് കുഴപ്പമില്ല.
ഒരു കഷ്ണം മുറിച്ച് എന്നിട്ട് ഞാൻ പറയാം കഴിഞ്ഞ ദിവസം ഹൽവയും ഇന്നത്തെ ഹൽവയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറയാം. അപ്പൊ നമുക്ക് ഹൽവ കട്ട് ചെയ്തിട്ട് ഹൽവയുടെ സോഫ്റ്റ്നെസ് നോക്കാം. ഇല്ല കഴിഞ്ഞ ദിവസം ഞാൻ നീതയുടെ ആരോഗ്യം അനുവദിക്കാത്തത് കൊണ്ട് ഞാൻ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്തത്. അത്ര ഹാർഡായിരുന്നു. ഇത് ഇന്നത്തെ ഹാർഡാണ്. അതെനിക്ക് തന്നെ അരിപ്പൊടിയുടെ മുറുക്കം കൂടിയിട്ടും ശർക്കരപ്പാനിയുടെ മുറുക്കം കൂടിയിട്ടും ആണ്. അപ്പൊ ഞാൻ എന്താ ഹൽവ സ്ലൈസ് ചെയ്തു, ഇനി കഴിക്കാം. അപ്പൊ ഞങ്ങൾ എന്തായാലും ഫുഡൊക്കെ കഴിക്കട്ടെ. നിങ്ങളെല്ലാവരും ബാക്കിയുള്ള വീഡിയോ പോർഷൻസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കട്ടെ. ഞങ്ങൾ ഇങ്ങനെ കഴിച്ചിട്ട് ബാക്കി കാണാം. അപ്പൊ നമ്മുടെ സാമിയുടെ ബോണ്ടയൊക്കെ അടിപൊളിയായിരുന്നു, പഴംപൊരി അടിപൊളിയായിരുന്നു, ബോളി അടിപൊളിയായിരുന്നു. നമ്മുടെ ഹൽവയ്ക്ക് മാത്രം ചെറിയൊരു ടൈറ്റ് ഉണ്ട്, മുറുക്ക് ഒത്തിരി കൂടുതലാണ്, അത് മാത്രമേ ഉള്ളൂ കുഴപ്പം. പിന്നെ വ്ളോഗ് പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടി നീതയ്ക്ക് ഇന്ന് ഇപ്പോൾ വരാൻ പറ്റിയ സാഹചര്യമല്ല. ഇച്ചിരി തലവേദനയൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ കിടക്കാണ്. എന്നോട് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറഞ്ഞത് കാരണമാണ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടി വന്നത്. കിച്ചൂസ് ക്യാമറയൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം.